ഒരാഴ്ചയുള്ളൂ പണി തീർന്നിട്ട്. ഇതൊക്കെ എന്ത് ദുബായ് റോഡ് കാണണം ഭായ്. ഓ നീ ഗൾഫാണല്ലേ. നിന്റെ പണ്ടത്തെ കളി മറന്നിട്ടല്ലേ? ഇവിടെ പണ്ടത്തെ പോലെ ആൾക്കാരൊന്നും ഇല്ലേ? എല്ലാരും നിന്നെ പോലെ ഗൾഫിലായില്ലേ. വാ ഇവിടെ ഇരിക്കും. എന്റെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെയുണ്ട്? ദുബൈന്ന് എടുത്തതാ? ഇല്ല, ഞാൻ ഇതിന് ഓൾറെഡി ലൈക്ക് അടിച്ചു. ഓൾഡ് ഫോട്ടോ. കുറച്ച് ദിവസം ഉണ്ടാവില്ല ലീവ്. ഓക്കെ കാണാം. ഇതാണ് നമ്മുടെ സാബോട്ടൻ. ഇയാൾക്ക് എന്ത് പറ്റിയത്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല? ഒന്നും ജോസൂട്ടിയുടെ കാര്യമൊന്നും അറിഞ്ഞില്ല? ജോസൂട്ടി കൊല്ലപ്പെട്ടൊന്നും അറിഞ്ഞില്ല നീ? എന്താ നീ പറയുന്നത്? അതൊക്കെ കൊറേ ഉണ്ടടാ. എന്തിന്? അതൊരു പ്രതികാരത്തിന്റെ കഥയാണ്. നിനക്ക് ആ കാതിർക്കയെ ഓർമ്മയില്ലേ? സത്യം പറഞ്ഞ ഈ കഥ തുടങ്ങുന്നത് കാതിർക്കാന്റെ തട്ടുകടന്നാ. ബ്ലാക്കില് പൈസ കൊടുത്തിരുന്നു ജോസൂട്ടി. സത്യത്തിൽ പണത്തിന് വേണ്ടി എന്തും ചെയ്യായിരുന്നു. അതൊക്കെ നിനക്ക് അറിയുന്നതല്ലേ. എന്നിട്ട് സാബോട്ടം കൂടെ ഉണ്ടെന്ന് വെച്ചാൽ അവൻ എന്തും ചെയ്യുമായിരുന്നു. കുറെ പോലീസ് കേസ് ഉണ്ട് അന്നാറിക്ക്. ആ ബൈക്ക് കട്ട കേസ് തന്നെ അറിയില്ല എനിക്ക്. മറ്റേ കാതിർക്കയുടെ ഇപ്പോഴത്തെ തട്ടുകട അടുത്തായിരുന്നല്ലോ ആരിക്കട. കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ പാവത്തിൽ. അതുകൊണ്ടായിരിക്കും ജോസൂട്ടിയെ കാണേണ്ടി വന്നത്. ശരിയാണ്, അവനൊന്ന് കിട്ടിയാൽ മതി എനിക്ക്. പെട്ടെന്ന് വേണം, എനിക്ക് സമയമില്ല. ഇല്ല, അവനോട് പറയാനുള്ള കാര്യം അവനോടേ പറയാൻ പറ്റും എനിക്ക്. ശരിയാണ്. അതിന്
എന്താടാ താങ്കളോടല്ലേ പറഞ്ഞത്? എന്ത് സാവകാശം? താങ്കളോട് എത്ര പ്രാവശ്യമാണ് പറയുന്നത്? ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ നിന്റെ ലാഭത്തിനല്ലടോ ഇരിക്കുന്നത്, എന്റെ ലാഭത്തിനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ 3 മണി, സന്ധ്യക്ക് മുമ്പ് പണം എത്തിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഞാനും എന്റെ പിള്ളേർ വന്ന് ആക്ഷൻ എടുക്കട്ടോ. ആ, നമുക്ക് കാണാം. മോനെ, എന്താടോ? ആ, അതൊക്കെ ഞാൻ പിന്നെ വന്ന് ശരിയാക്കോളൂ കേട്ടോ. ഞാൻ അവനോട് വൈകുന്നേരം വിളിക്കാൻ പറയാം. ഓക്കെ? ബഷീറേ, പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോടാ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കട്ടെ. Take this. എന്ത് തുടങ്ങാനാ പറഞ്ഞ? തട്ടുകട. ഇതെന്താടാ ഇത്? അപ്പോ ഇവിടെ പറഞ്ഞതോ? ബാക്കിയുള്ളത്? ബാക്കി പേപ്പേഴ്സ് എല്ലാം നീ ചെക്ക് ചെയ്തതല്ലേ? ഹലോ, സാബോട്ടാ. ആ, ഇവിടെ ബഷീറുണ്ട്. ഞാൻ വിടാം. ഓക്കെ, ഇപ്പൊ തന്നെ വിടാം. ബഷീറെ, സാബോട്ടൻ അവിടെ ഉണ്ടെന്ന്. വേഗം പോക്കോ, ബൈക്കൊന്നും എടുത്തോ. ഇതാദ്യമായിട്ടാണ് പണം പലിശക്കൊക്കെ വാങ്ങുന്നത്. നല്ലോണം ബുദ്ധിമുട്ടായത് കൊണ്ട് ഇവിടെ ഒരു ഉപ്പ്. ഇവിടെ അതേടാ. ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന പുണ്യത്തിന് വേണ്ടിയല്ലടോ. എന്റെ ലക്ഷ്യം ലാഭം മാത്രമാണ്. മാസം അടവ് തെറ്റിച്ചാലുണ്ടല്ലോ, ഞാനും എന്റെ പിള്ളേരും അവിടെ എത്തോട്ടോ. മനസ്സിലായല്ലോ പറഞ്ഞത്? അടവ് തെറ്റിച്ചാൽ ഞാനും എന്റെ പിള്ളേരും അവിടെ എത്തും. പറഞ്ഞ പലിശ കറക്റ്റ് ടൈമിൽ എത്തിക്കണം കേട്ടോ. പിന്നെ ഗണാഗുണ വർത്തമാനം പറയാൻ നിൽക്കല്ലേ.
എന്നാലും ഞാൻ അങ്ങോട്ട്. ഉം, ഉം. പക്ഷെ കാതർക്കാക്ക് പറഞ്ഞ സമയത്ത് പലിശ പോലും കൊടുക്കാൻ പറ്റിയില്ല. ജോസൂട്ടി ബൈക്ക് തട്ടുകടയിലേക്ക് ഇടിച്ചു കയറ്റിയായിരുന്നു. എന്താടാ എടുക്കടാ, പതുക്കി ഇരിക്കണ്ടടാ, പലിശ എടുക്കടാ, പൈസ എടുക്കടാ. എന്റെ വാങ്ങുമ്പോ എവിടെ ഉണ്ടായിരുന്നടാ? വേണ്ട, എന്താ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. പെരുമാറിക്കൂടെടാ നിങ്ങക്ക്? വേണ്ടടാ, ശരീരം മൊത്തം ഒന്നും കളിക്കല്ല. എന്തിന് നീ ഇടപെടേണ്ട കാര്യമില്ല ഇതില്. ഞങ്ങള് തമ്മിലുള്ള ഇവനെന്താ ഇങ്ങനെ ജസ്റ്റ് കാര്യം ചോദിച്ചതല്ലേ? നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? നീ എന്താ പറയുന്നേ? നിനക്ക് കാണിച്ചു തരടാ ഞാൻ, കേട്ടാ, കാണിച്ചു തരാം. എന്താ ഇത്? എന്താ നിങ്ങൾക്ക് വേണ്ടിയത്? എന്തിനാ വീണ്ടും? അവനെ മോനെ, എന്റെ ലൈഫിൽ നിന്നെ കണ്ടാൽ വാടാ. അവന്റെ ഒരു